അലൈക്കും. ഫൈഹാസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പുട്ടാണ്. ഇത് ഞാൻ ബ്രെഡ് വെച്ചിട്ടുള്ളൊരു പുട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇത് പഞ്ചസാരയും പഴവും കൂട്ടി കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറി കൂട്ടിയിട്ടും കഴിക്കാം. അപ്പോൾ നമുക്കിതിൽ ആ ഡേറ്റ്സൊക്കെ അവോയ്ഡ് ചെയ്താൽ നമുക്ക് കറി കൂട്ടിയിട്ടും കഴിക്കാം. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു 8 സ്ലൈസ് ആയിട്ടുള്ള ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇത് പൊടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്രൈ പാനിലിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ട് പൊടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. പിന്നെ ഒരു 1/2 കപ്പ് ഓട്സ് പൊടിച്ചത്, ഒരു 4 ഈത്തപ്പഴം ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്, പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ പുട്ടിനിടക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റേജിലാണ് ഞാനിവിടെ ആ ഒരു മിക്സാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റ്സ് ആഡ് ചെയ്യാം. ഇതൊരു 4 ഈത്തപ്പഴം ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ് ഇതും. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത്. നിങ്ങൾക്ക് കറിയൊക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം, കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഡേറ്റ്സും ഈ ഏലക്കപ്പൊടിയും ഒഴിവാക്കാം. തേങ്ങ മാത്രം ഇട്ടിട്ട് നമുക്ക് ഈ പുട്ടുണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ പഴം പഞ്ചസാരൊക്കെ കൂട്ടി കഴിക്കാനെന്നൊരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇവിടെ മാറ്റി വെക്കാം. ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ പുട്ടിൻ്റെ ഇടയിൽ ഇടാനുള്ള തേങ്ങയും ഈത്തപ്പഴം കൂടിയിട്ടുള്ളൊരു മിക്സ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പുട്ടിന് വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് പൊടിച്ചത് ഒരു പാത്രത്തിലൊക്കെ ഇടുകയാണ്. പിന്നെ ഒരു 1/2 കപ്പ് ഓട്സ് പൊടിച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. കാരണം ഈ ബ്രെഡിന് ഒരു ചെറിയൊരു ഈർപ്പം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം വേണ്ടി വന്നിട്ടുള്ളൂ ഇത്. കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ബ്രെഡിന് കുറച്ച് പൊടിച്ചെടുക്കുമ്പോൾ ബ്രെഡിന് ഒരു ചെറിയൊരു ഈർപ്പം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആകെ കട്ട പിടിച്ചിട്ട് പോകും. അപ്പോൾ പുട്ടിൻ്റെ പൊടി ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടിനുള്ള പൊടി കുഴക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവാണ്. അപ്പോഴാണ് നന്നായിട്ട് പുട്ടിൻ്റെ പൊടി നനഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ മിക്സ് ഇനി പുട്ടുംകുറ്റിയിലോട്ട് നിറച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമുക്ക് കുറച്ചിങ്ങനെ തേങ്ങ ഇടുക. എന്നിട്ടൊരു 3 ടേബിൾ സ്പൂണ് ഈ ബ്രെഡിൻ്റെ മിക്സ്, പിന്നെ വീണ്ടും തേങ്ങ, വീണ്ടും ഒരു 3 ടേബിൾ സ്പൂണ് ഈ ബ്രെഡിൻ്റെ മിക്സ്. അങ്ങനെ ഇത് നിറച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സിന് ഒഴിവാക്കിയിട്ട് വെറും ബ്രെഡ് മാത്രമാക്കിയിട്ടും ഈ പുട്ട് ചെയ്തെടുക്കാം. അപ്പോഴും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് തന്നെയാണ്. ഇപ്പോൾ ഞാനിവിടെ ഓട്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഓട്സ് പൊടിച്ച് ചേർത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാനിതിപ്പോൾ ഇതിൽ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാനിത് ആവി കയറ്റിയെടുക്കാൻ പോവുകയാണ്. ഞാൻ കുക്കർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഇതിലോട്ട് വെക്കാം. ഇത് ഇനി ആവി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഞാനൊരു 3-4 മിനിറ്റ് ഇപ്പോൾ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ആവിയിൽ. അത്ര മതിയാവും. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു സെർവിങ് ഡിഷിലായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് അധികം കുക്കിംഗ് ടൈം ഒന്നും ഇല്ല. ഇത് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. കാരണം ബ്രെഡൊക്കെ ഓൾറെഡി കുക്കായിട്ടുള്ളൊരു അതായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.